നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ LPSA UPSA എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ആദ്യത്തെ ക്ലാസ് ആണ് കേട്ടോ. 1 മുതൽ പഠിച്ചു തുടങ്ങാം. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് മുതൽ നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഓരോ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം ബേസിക് സയൻസ് ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ആദ്യത്തെ ചാപ്റ്റർ, അതായത് സസ്യലോകത്തെ അടുത്തറിയാം, ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ലെക്ചർ നോട്ട് പോലെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് എക്സാമിന് പോകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യത്തെ ലെസൺ ആണ് ഏത്? സസ്യലോകത്തെ അടുത്തറിയാം. അപ്പം അതിനകത്ത് ആദ്യം പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചിട്ടാണ്. അപ്പം എന്തായിരിക്കും പ്രകാശ സംശ്ലേഷണം? ഹരിത സസ്യങ്ങള് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ജലവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് ഇലകളിൽ വെച്ച് ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് പറയാം? പ്രകാശ സംശ്ലേഷണം എന്ന് പറയാം. എന്താണ് പ്രകാശ സംശ്ലേഷണം? ഹരിത സസ്യങ്ങള് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് എന്താണ് ഉപയോഗിക്കുന്നത്? എന്ത് രണ്ട് സാധനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്? ജലവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ ഇലകളിൽ എന്ത് വർണ്ണവസ്തു ഉണ്ടായിരിക്കണം? ഹരിതകം എന്ന വർണ്ണവസ്തു ആവശ്യമാണ്. ഹരിതകം ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ്. അപ്പൊ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതാണ്? ഹരിതകമാണ്. ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് എന്ത്? ഗ്ലൂക്കോസ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. അപ്പൊ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ആ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എങ്ങനെയാന്നുള്ള പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഗ്ലൂക്കോസിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. ആരാണ്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഗ്ലൂക്കോസിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് മെൽവിൻ കാൽവിൻ. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു. ഇനി രാത്രിയിൽ സസ്യങ്ങൾ എന്തായിരിക്കും ചെയ്യുക? രാത്രിയിൽ സസ്യങ്ങൾ ഓക്സിജനെയാണ് ആഗിരണം ചെയ്യുന്നത്. കാർബൺ ഡയോക്സൈഡിനെ എന്ത് ചെയ്യുന്നു? പുറത്തുവിടുന്നു. രാത്രിയിൽ സസ്യങ്ങൾ ഓക്സിജന് ആഗിരണം ചെയ്യുകയും കാർബൺ ഡയോക്സൈഡിനെ പുറത്തു വിടുകയും ചെയ്യുന്നു. ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, പല PSC ക്വസ്റ്റ്യൻസിനും ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ പകൽ എന്തായിരിക്കും ചെയ്യുക സസ്യങ്ങള്? പകല് കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്തിട്ട് ഓക്സിജനെയാണ് പുറത്തുവിടുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. രാത്രിയിൽ ഓക്സിജന് ആഗിരണം ചെയ്യും, കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടും. പകലാണെങ്കിലോ ഓക്സിജനെ പുറത്തുവിടും, കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസ്യരന്ധ്രങ്ങളെ കുറിച്ചിട്ടാണ്. സ്റ്റൊമാറ്റ. എന്താണ് ആസ്യരന്ധ്രങ്ങൾ? ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. എന്തിനായിരിക്കും ഈ ചെറിയ സുഷിരങ്ങൾ ഉപയോഗിക്കുന്നത്? വാതക വിനിമയത്തിന് വേണ്ടിയിട്ടാണ് ഈ ആസ്യരന്ധ്രങ്ങൾ ഉപയോഗിക്കുന്നത്. സസ്യങ്ങളിൽ നിന്നുള്ള ജലബാഷ്പം പുറത്തേക്ക് വിടുന്നതും ഏത് വഴിയാണ്? ഈ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ഇലകളുടെ അടിവശത്തായിട്ടാണ് ഈ ആസ്യരന്ധ്രങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ആസ്യരന്ധ്രങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളെയാണ് നമ്മൾ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? വാതക വിനിമയത്തിനും അതുപോലെ തന്നെ സസ്യങ്ങളിൽ നിന്നുള്ള ജലബാഷ്പം പുറത്തേക്ക് വിടുന്നതിനും. ഇനി ഇത് എവിടെയാണ് കൂടുതൽ കാണപ്പെടുക? ഇലകളുടെ അടിവശത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ദേ ആസ്യരന്ധ്രങ്ങൾ എന്താന്നുള്ളതാണ് ഈ പിക്ചറിൽ കാണുന്നത്. കണ്ടല്ലോ. ഇനി അടുത്തത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജന് പുറത്തുവിടുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഹരിത സസ്യങ്ങൾ പകല് കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കും, ഓക്സിജനെ പുറത്തുവിടുന്നു. ഈ ഒരു പിക്ചർ നോക്കിക്കേ, പ്രകാശ സംശ്ലേഷണവും ശ്വസനവുമായി ബന്ധപ്പെട്ട പിക്ചറാണ്. ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ. ഇനി
അടുത്തത് വർണ്ണകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വർണ്ണകങ്ങൾ ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു വർണ്ണകം പഠിച്ചു അല്ലേ, ഹരിതകം എന്ന വർണ്ണകത്തെ കുറിച്ച് പഠിച്ചു. എന്തായിരുന്നു ഹരിതകത്തിന്റെ പ്രത്യേകത? ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ആരാണ്? ഏത് വർണ്ണകമാണ്? ഹരിതകമാണ്. ഇനി ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറങ്ങൾ നൽകുന്നത് ആരാണ്? വർണ്ണകങ്ങളാന്ന് പറഞ്ഞു. ഇനി മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണകമാണ് ഏത്? സാന്തോഫിൽ. മഞ്ഞ നിറം കൊടുക്കുന്നത് സാന്തോഫിൽ. മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം കൊടുക്കുന്നത് കരോട്ടിൻ. മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം കൊടുക്കുന്നത് കരോട്ടിൻ. ഇനി ചുവപ്പ് നിറം കൊടുക്കുന്നത് ആരാണ്? ആന്തോസയാനിൻ. ചുവപ്പ് നിറം കൊടുക്കുന്നത് ആന്തോസയാനിൻ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്വപോഷികൾ, എപ്പിഫൈറ്റുകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ എന്താണ് സ്വപോഷികൾ? സസ്യങ്ങൾ സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നതിനാൽ അവയെ നമുക്ക് എന്തെന്ന് പറയാം? സ്വപോഷികൾ എന്ന് പറയാം. സ്വന്തമായിട്ട് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനാൽ അവയെ നമുക്ക് എന്തെന്ന് പറയാം? സ്വപോഷികൾ എന്ന് പറയാം. ഇനി എപ്പിഫൈറ്റുകൾ എന്തായിരിക്കും? വാസസ്ഥലത്തിനു വേണ്ടി മാത്രം സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് ആര്? എപ്പിഫൈറ്റുകൾ. ഇനി അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യഭാഗമാണ് ഏത്? എപ്പിഫൈറ്റുകൾ. അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യഭാഗം ഏതാണ്? എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളാണ് ഏതൊക്കെ? മരവാഴ, ഓർക്കിഡ്. ഏതാണ്? മരവാഴ, ഓർക്കിഡ്. എന്താണ് മരവാഴയുടെ ഓർക്കിഡിന്റെ പ്രത്യേകത? എന്താണ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് അവര് ആ സസ്യത്തെ ആശ്രയിക്കുന്നത്. അവരെയാണ് നമ്മൾ എന്ന് പറയുന്നത്? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. അടുത്തത് പരാദ സസ്യങ്ങൾ. എന്താണ് പരാദ സസ്യങ്ങൾ? മറ്റു സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ജലവും ആഹാരവും വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് പരാദ സസ്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? മറ്റു സസ്യങ്ങളിൽ വളരുകയും ചെയ്യും, അവയിൽ നിന്ന് ജലവും ആഹാരവും വലിച്ചെടുക്കും. അത്തരത്തിലുള്ള സസ്യങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? പരാദ സസ്യങ്ങൾ എന്ന് പറയും. ഇനി അങ്ങനെയെങ്കിൽ പൂർണ്ണ പരാദങ്ങളുണ്ട്, അർത്ഥപരാദങ്ങളുണ്ട്. എന്തായിരിക്കും പൂർണ്ണ പരാദങ്ങൾ? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? അതായത് ഏത് സസ്യത്തിന്റെ അടുത്താണോ അല്ലെങ്കിൽ ഏത് സസ്യത്തിലാണോ ഈ സസ്യം വളരുന്നത്, അവര് എന്ത് ചെയ്യുന്നു? ആ സസ്യങ്ങൾ, അതായത് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം എന്ത് ചെയ്യുന്നു? നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതാണ്? മൂടില്ലാത്താളി. ഏതാണ്? മൂടില്ലാത്താളി. അടുത്തത് ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവരാണ് ഏത്? അർത്ഥപരാദങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? അർത്ഥപരാദങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏതാണ്? ഇത്തിൾ കണ്ണിയാണ്. ഇനി അർത്ഥപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും എന്ത് സംഭവിക്കുന്നുണ്ട്? ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ഓക്കെ, അർത്ഥപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും എന്ത് ചെയ്യുന്നു? ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. അപ്പൊ ഈ പിക്ചറിൽ കാണാം ഇത്തിൾ കണ്ണിയും മൂടില്ലാത്താളിയും. മൂടില്ലാത്താളി ഏതാണ്? പൂർണ്ണപരാദത്തിന് എക്സാമ്പിളും ഇത്തിൾ കണ്ണി ഏതിനാണ്? അർത്ഥപരാദത്തിന് എക്സാമ്പിളുമാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ശവോപജീവികൾ. എന്താണ് ശവോപജീവികൾ? ജീർണത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്നവരെയാണ് ആര്? ശവോപജീവികൾ എന്ന് പറയുന്നത്. എന്താണ്? ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശവോപജീവികൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഏത്? നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ. ഏതൊക്കെയാണ്? നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരോഹികൾ. എന്താണ് ആരോഹികൾ? ക്ലൈംബേഴ്സ്. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡമുള്ള സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആരോഹികൾ എന്ന് പറയുന്നത്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി അവർക്ക് എന്തുണ്ടാവും? ഒരു സ്പ്രിങ് പോലത്തെ ഭാഗം ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ടാവൂലേ? മത്തങ്ങയുടെയും വെള്ളരിക്കയുടെ ഒക്കെ കുമ്പളങ്ങയുടെ ഒക്കെ തണ്ടിൽ കണ്ടിട്ടുണ്ടാവില്ല ഒരു സ്പ്രിങ് പോലത്തെ ഭാഗങ്ങള്. ആ സ്പ്രിങ് പോലത്തെ ഭാഗങ്ങളെയാണ് നമ്മൾ പറയുന്നത് പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്.
എന്താണ്? മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡമുള്ള സസ്യങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ആരോഹികൾ എന്ന് പറയുന്നു. ഇനി അവരുടെ ആ സ്പ്രിങ് പോലത്തുള്ള ഭാഗത്തിന് നമുക്ക് എന്തെന്ന് പറയാം? പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ് എന്ന് പറയാം. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത്. ഏതാണ് പറ്റുവേരുകൾ ഉപയോഗിച്ച് പിടിച്ചു കയറുന്ന ചെടികൾക്ക് ഉദാഹരണം ഏതാണ്? കുരുമുളക്, പാവൽ, പടവലം എന്നിവ ആരോഹികളാണ്. അപ്പൊ ചില സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ടെൻഡ്രിൽസ് പോലത്തുള്ള ഭാഗം കൊണ്ട് അത് വെച്ച് ചുറ്റിപ്പിടിച്ച് പോകുന്നു. അല്ലാത്ത ഇനി പറ്റുവേരുകളുള്ളത് ആർക്കൊക്കെയാണ്? കുരുമുളകിനാണ് പറ്റുവേരുള്ളത്. അപ്പൊ കുരുമുളകും എന്താണ്? ഒരു ക്ലൈംബറാണ്. അപ്പൊ ക്ലൈംബേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കുരുമുളക്, പാവല്, പടവലം എന്നിവയാണ്. ആരോഹികൾ എന്നാണ് അതിന്റെ മലയാളം വേർഡ്. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഴവള്ളികൾ അഥവാ ക്രീപ്പേഴ്സ്. എന്താണ് ക്രീപ്പേഴ്സ്? നിലത്ത് പടർന്നു വളർന്ന ദുർബല കാണ്ഡമുള്ള സസ്യങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? ഇഴവള്ളികൾ അഥവാ ക്രീപ്പേഴ്സ് എന്ന് പറയാം. ഇതിന് എന്തില്ല? ടെൻഡ്രിൽസ് ഇല്ല. എക്സാമ്പിൾ ഏതാണ്? മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, കൊടുങ്ങൽ എന്നിവ ഏതിന് ഉദാഹരണമാണ്? ഇഴവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവർക്ക് എന്തില്ല എന്ന് പറഞ്ഞു? പ്രധാനങ്ങളോ അതായത് ടെൻഡ്രിൽസോ പറ്റുവേരുകളോ ഇല്ല. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, സ്ട്രോബെറി, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, കൊടുങ്ങൽ. അടുത്തത് താങ്ങുവേരുകൾ. താങ്ങുവേരുകൾ എന്താണ്? മരത്തിന്റെ ശാഖകളിൽ നിന്ന് താഴേക്ക് വളർന്ന് മണ്ണിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഏത്? താങ്ങുവേരുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതാണ്? പേരാലാണ്. മരത്തിന്റെ ശാഖകളിൽ നിന്ന് താഴേക്ക് വളർന്ന് മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത്. കണ്ടോ? ആ പിക്ചർ കാണാലോ പേരാലിന്റെ. കണ്ടോ? ഇങ്ങനെ നിൽക്കുന്നതാണ് ആ സൈഡ്. ഇത് ഇങ്ങനെ നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? താങ്ങുവേരുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പൊയ്ക്കാൽ വേരുകൾ, സ്റ്റിൽറ്റ് റൂട്ട്സ്. എന്താണ് സ്റ്റിൽറ്റ് റൂട്ട്? കാണ്ഡത്തിൽ നിന്ന് താഴേക്ക് വളർന്ന ദണ്ടുകൾ പോലുള്ള വേരുകളാണ് ഏത്? പൊയ്ക്കാൽ വേരുകൾ. ഇവരുടെ പ്രത്യേകത എന്താണ്? ഈ പൊയ്ക്കാൽ വേര് എന്താ ചെയ്യുക? ജലവും ലവണവും വലിച്ചെടുക്കാനും ചെടികളെ താങ്ങി നിർത്താനുമാണ് എന്ത് ചെയ്യുന്നത്? ഈ വേരുകൾ ചെയ്യുന്നത്. ഇതിന് ഉദാഹരണം ഏതാണ്? ആറ്റുകൈത. എന്താണ് പറഞ്ഞത്? കാണ്ഡത്തിൽ നിന്ന് താഴേക്ക് വളരുന്ന ദണ്ടുകൾ പോലുള്ള വേരുകളാണ് ഏത്? പൊയ്ക്കാൽ വേരുകൾ. ഇനി ഇവരുടെ ധർമ്മം എന്താണ്? ജലവും ലവണവും വലിച്ചെടുക്കാനും ചെടികൾ എന്ത് ചെയ്യുന്നു? താങ്ങി നിർത്തുക ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? പൊയ്ക്കാൽ വേരുകളുടെ ധർമ്മം. ഉദാഹരണം ഏതാണ്? ആറ്റുകൈത. അടുത്തതാണ് കണ്ടൽ ചെടികൾ അഥവാ മാംഗ്രൂവ്സ്. എന്താണ് കണ്ടൽ ചെടികൾ? ചതുപ്പ് നിലങ്ങളിൽ വളരുന്നു. വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ഇതെന്തിനാണ് അന്തരീക്ഷത്തിലേക്ക് ഈ വേരുകൾ പൊങ്ങി നിൽക്കുന്നത്? വാതക വിനിമയത്തിന് വേണ്ടിയിട്ടാണ് അന്തരീക്ഷത്തിലേക്ക് വേരുകൾ വളർന്നു നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന അതായത് വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ നമുക്ക് എന്തെന്ന് പറയാം? ശ്വസന വേരുകൾ എന്ന് പറയാം. വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ എന്തെന്ന് പറയാം? ശ്വസന വേരുകൾ എന്ന് പറയാം. ദേ നോക്കിക്കേ, പിക്ചർ നോക്കിക്കേ, കണ്ടൽ ചെടിയുടെ ശ്വസന വേരുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് വേരുകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. വേരുകൾ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് ഏത്? സംഭരണ വേരുകൾ, സ്റ്റോറേജ് റൂട്ട്സ്. ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകൾ നമുക്ക് എന്തെന്ന് പറയാം? സംഭരണ വേരുകൾ എന്ന് പറയാം. ഇനി മരിച്ചീനി ആഹാരം എവിടെയാണ് സംഭരിച്ചു വെക്കുന്നത്? വേരുകളിലാണ് മരിച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. ഇനി അപ്പൊ സംഭരണ വേരുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏതാണ്? മരിച്ചീനി, പിന്നെയോ ക്യാരറ്റ്, ബീട്രൂട്ട്, മുള്ളങ്കി, മധുരക്കിഴങ്ങ്, ശതാവരി, ഡാലിയ. ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതുപോലെ ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞളൊക്കെ രൂപാന്തരണം പ്രാപിച്ച കാണ്ഡമാണ് ഏത്? ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണപ്പെടുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഏത്? ഭൂകാണ്ഡങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് പറയുന്നത്. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് മണ്ണിൻ അടിയിൽ കാണപ്പെടുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കാണ്ഡങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? ഭൂകാണ്ഡങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് പറയാം. ഉദാഹരണം ഏതാണ്? ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞള്. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ലെസണിലുള്ളത്. ഏതായിരുന്നു? സസ്യലോകത്തെ അടുത്തറിയാമെന്നൊരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ക്ലാസ് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഇതിലൂടെ കൂട്ടുകാരുടെ മെമ്മറി പവർ എന്തുമാത്രമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതോടുകൂടി കൂട്ടുകാർക്ക് കിട്ടും.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ എന്തുമാത്രം കൂട്ടുകാർക്ക് നേടാൻ പറ്റി അല്ലെങ്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതും താഴെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇലകളിൽ വച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ ഉത്തരം കൂട്ടുകാർക്ക് കിട്ടണം കേട്ടോ. എന്നാലാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലകളിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള വർണ്ണവസ്തു ഏതാണ്? ഹരിതകം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണ പ്രക്രിയക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏവ? ഏതൊക്കെയാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ? ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, ഹരിതകം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ലവണങ്ങൾ. 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, ഹരിതകം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ലവണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ്, ഓക്സിജനും. ഏതാണ്? പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. ഗ്ലൂക്കോസിനെ പിന്നീട് അന്നജമാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളത് കൊണ്ട് ആ സസ്യങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ഏതാണ്? സ്വപോഷികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ജലവും ലവണവും സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഏത്? സൈലം. ജലവും ലവണവും സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഏത്? സൈലം. അടുത്ത ക്വസ്റ്റ്യൻ, നിർമ്മിച്ച ആഹാരം ഇലയിൽ നിന്ന് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഏത്? ഫ്ലോയം. നിർമ്മിച്ച ആഹാരം ഇലകളിൽ നിന്ന് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഫ്ലോയം. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ആഹാരം നിർമ്മിക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലകളിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ചെറു സുഷിരങ്ങളുടെ പേര്? ആസ്യരന്ധ്രങ്ങൾ. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകാൻ സഹായിക്കുന്നത് ആരാണ്? ആസ്യരന്ധ്രങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്? ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകം. അടുത്ത ക്വസ്റ്റ്യൻ, ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് ആരാണ്? വർണ്ണകങ്ങൾ. മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു സാന്തോഫിൽ. ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്ന വർണ്ണവസ്തു കരോട്ടിൻ. ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ക്വസ്റ്റ്യൻ, സസ്യങ്ങളും ജന്തുക്കളും ഉച്ഛ്വാസ വായുവായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികൾ എഫിഫൈറ്റുകൾ. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യഭാഗം എഫിഫൈറ്റുകൾ. ഇനി മരവാഴ ഏത് വിഭാഗത്തിൽ പെടുന്ന സസ്യമാണ്? എഫിഫൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലകളും വേരുകളും ഉണ്ടെങ്കിൽ കൂടിയും ആദ്യ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് ഡാഷ്. ഇലകളും വേരുകളും ഉണ്ടെങ്കിൽ കൂടിയും ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് ഏത്? ആൻസർ ഏതാണ്? അർത്ഥപരാത സസ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത്തിൽ കണ്ണി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇത്തിൽ കണ്ണി ഏത് വിഭാഗത്തിൽ പെടുന്നു? അർത്ഥപരാത സസ്യം. ഏതാണ്? അർത്ഥപരാത സസ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് ഡാഷ്. പൂർണ്ണ പരാതങ്ങൾ. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ ഏതാണ്? പൂർണ്ണ പരാതങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂടില്ലാത്ത ആളി റഫ്ലേഷ്യ. റഫ്ലേഷ്യയുടെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ പുഷ്പമാണ് അല്ലെ? എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു? മൂടില്ലാത്ത ആളി, റഫ്ലേഷ്യ എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു? പൂർണ്ണ പരാത സസ്യങ്ങൾ.
അടുത്ത ക്വസ്റ്റ്യൻ, ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ഡാഷ്. ശവോപജീവികൾ. നിയോട്ടിയ, മോണോട്രോപ്പ, കൂൺ എന്നിവ ഏത് വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളാണ്? ഏതാണ്? ശവോപജീവികൾ. അടുത്ത ക്വസ്റ്റ്യൻ, മറ്റു ചെടികളിൽ പടർന്നു കയറി വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഡാഷ്. ഏതാണ്? ആരോഹികൾ. അടുത്ത ക്വസ്റ്റ്യൻ, താങ്ങുകളിൽ പിടിച്ചു വളരാൻ ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗമാണ് ഡാഷ്. പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഡാഷ്. ഇലവള്ളികൾ. ഏതാണ്? ഇഴവള്ളികൾ. അടുത്ത ക്വസ്റ്റ്യൻ, കുരുമുളക്, പാവൽ, പടവലം എന്നിവ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നു? ആരോഹികൾ. മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇഴവള്ളികൾ. പേരാലിൽ കാണപ്പെടുന്ന ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളെ നമുക്ക് എന്തെന്ന് പറയാം? താങ്ങുവേരുകൾ എന്ന് പറയാം. കൈതച്ചെടിയിൽ കാണുന്ന തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് ഡാഷ്. ഏതാണ്? പൊയ്ക്കാൽ വേരുകൾ. കൈതച്ചെടിയിൽ കാണുന്ന തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ ഏതാണ്? പൊയ്ക്കാൽ വേരുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഏതാണ്? ശ്വസന വേരുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, മരിച്ചീനി പോലെ ആഹാരം സംഭരിച്ചു വെക്കാൻ സാധിക്കുന്ന വേരുകൾ. മരിച്ചീനി പോലെ ആഹാരം സംഭരിച്ചു വെക്കാൻ സാധിക്കുന്ന വേരുകൾ ഏതാണ്? സംഭരണ വേരുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഉരുളക്കിഴങ്ങ് പോലെ മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഡാഷ്. ഉരുളക്കിഴങ്ങ് പോലെ മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഡാഷ്. ഭൂഖണ്ഡങ്ങൾ. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. 37 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എത്ര മാർക്ക് നേടാനായിട്ട് കൂട്ടുകാർക്ക് സാധിച്ചു എന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ലെസൺ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.